ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ട് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ്റെ തൊണ്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു 15 മിനിറ്റ് ഉപ്പും വിനീഗറും ഇട്ട് വെച്ച വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കളറുള്ള തണ്ണിമത്തം വേണം നമ്മൾ അച്ചാർ എടുക്കാനായിട്ട്. ആ ഡാർക്ക് പച്ച കളറുള്ള തണ്ണിമത്തം അച്ചാർ ഉണ്ടാക്കാനായിട്ട് നന്നായിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ഈ പച്ച തൊലി ഒന്ന് ചെത്തി കളയണം. ഇതുപോലെ ഒന്ന് ചെത്തി ഇതുപോലെ നമുക്ക് എല്ലാ തൊലിയും ഒന്ന് ചെത്തി കളഞ്ഞിട്ട് വരാം. ഇപ്പം ഞാൻ എല്ലാ തണ്ണിമത്തൻ്റെയും പുറത്തെ തൊലി ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ തണ്ണിമത്തൻ്റെ തോടൊക്കെ ഇവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ വിനീഗർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനീഗറിൻ്റെ അളവ് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. ഇപ്പം ഞാനൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് വിനീഗർ കൂട്ടി കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 4 ടീസ്പൂൺ വിനീഗർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിൽ ഈ ഉപ്പും വിനീഗറും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു 20 മിനിറ്റ് ഇവിടെ മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ തണ്ണിമത്തൻ്റെ തൊണ്ട് ഉപ്പും വിനീഗറും ഇട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഉപ്പും വിനീഗറും നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. നല്ലെണ്ണ താല്പര്യമില്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 പച്ചമുളക് വട്ടനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ്റെ തൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്, ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോണ വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി നല്ലെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല. ഇനി ഞാനിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ തോട് അത് ആ ഉപ്പുവെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പോ പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ തണ്ണിമത്തൻ ഒന്ന് വെന്ത് വരണം. അതുവരെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പോൾ തണ്ണിമത്തനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. അപ്പോൾ ഈ സമയത്ത് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് പുളിയുടെ കുറവുണ്ട്. അപ്പോൾ തണ്ണിമത്തൻ്റെ തൊണ്ടിൽ ചെറുതായിട്ട് മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടിയും 1 ടീസ്പൂണും കൂടിയും വിനീഗർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വിനീഗറിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഈ സമയത്ത് ടേസ്റ്റ് നോക്കുക. അപ്പോൾ പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ തണ്ണിമത്തൻ്റെ തോട് കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.